നമസ്കാരം. മിന്നൽ പ്രളയത്തിന് സമാനമായി 2018 വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും മുക്കിക്കളഞ്ഞ മിന്നൽ പ്രളയങ്ങൾ കേരളത്തിൽ എവിടെയും സംഭവിക്കാമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വിദഗ്ധർ. മുൻകാലങ്ങളിലെ തുലാവർഷത്തിലെ തുടർച്ചയെന്നോണമുണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങൾ നടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോഴും തൃശൂർ നഗരം അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴമാപിനികൾ പോലുമില്ല. കൃഷി അടക്കമുള്ളവയ്ക്ക് കോടികളുടെ നാശം സംഭവിച്ചാലും മഴ കൊണ്ടുള്ള നാശം സാധൂകരിക്കുന്ന മഴക്കണക്ക് ലഭ്യമാവില്ല. പെട്ടെന്ന് അതിശക്തമായ മഴയാണ് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ കോരിച്ചൊരിഞ്ഞത്. റോഡുകളും വീടുകളും വെള്ളം കയറി, വാഹനങ്ങൾ മുങ്ങി. സംഭവിച്ചത് മിന്നൽ പ്രളയമാണോ എന്ന് വ്യക്തമാകണമെങ്കിൽ കണക്ക് ലഭ്യമാകണം. വർഷങ്ങൾക്ക് മുൻപ് ടൗൺ ഹാളിൽ മാപിനി ഉണ്ടായിരുന്നുവെങ്കിലും അത് കേടായതിനു ശേഷം മറ്റെവിടെയും മാപിനി സ്ഥാപിച്ചിട്ടില്ല. 10,000 രൂപ പോലും ഇതിന് ചെലവില്ലെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നു. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപ് കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമായ ചക്രവാത ചുഴിയുണ്ടാകും. മർദ്ദ വ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത്. വിവിധ ദിശയിലെ കാറ്റ് മർദ്ദ വ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും. ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കം ഉണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും. കഴിഞ്ഞ ദിവസം പെയ്തത് ഇരിങ്ങാലക്കുടയിൽ 75 mm മഴയാണ്. കൊടുങ്ങല്ലൂരിൽ 30, ചാലക്കുടി 10.2, ഏനമാക്കൽ 8, വെള്ളാനിക്കരയിൽ 7.8 എന്നിങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ബണ്ട് പൊട്ടി മാരാർ കോൾപ്പാടവും എൽത്തുരുത്ത് പാടവും നിറഞ്ഞ് കൃഷി പ്രതിസന്ധിയിലാക്കിയിരുന്നു. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്തു തന്നെ തുലാവർഷക്കാലത്ത് ബണ്ട് പൊട്ടി 40 ദിവസത്തിലേറെ പ്രായമുള്ള നെൽച്ചെടികൾ നശിച്ചു. ഈ വർഷവും അടിത്തറ ബലപ്പെടുത്താതെ നിർമ്മിച്ചതാണ് ബണ്ട് പൊട്ടാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നുണ്ട്. വെള്ളം മുഴുവൻ വറ്റിച്ച് വിത്തിടലിന് തയ്യാറെടുക്കുന്ന കർഷകർക്കാണ് മഴ തിരിച്ചടിയായത്. ചാലിലെ മാലിന്യവും ചണ്ടിയുമെല്ലാം പാടത്തെത്തിയിരുന്നു. കൃഷി ആരംഭിക്കാൻ ആദ്യം ബണ്ട് പുനഃസ്ഥാപിക്കണം. അതിനുശേഷം വേണം വെള്ളം വറ്റിക്കാൻ. മാരാർപടവിലെ 60 ഏക്കർ കൃഷിയും എൽത്തുരുത്തിലെ 90 ഏക്കർ കൃഷിയുമാണ് അനിശ്ചിതത്വത്തിലാകുന്നത്. മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. മഴമാപിനികൾ പ്രധാന സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ടത് ഏറെ അനിവാര്യമെന്ന് ഡോക്ടർ ഗോപകുമാർ ചോലയിൽ കാലാവസ്ഥാ ഗവേഷകൻ വ്യക്തമാക്കുന്നു. ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ ഇന്ന് 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പാലക്കാട്, മലപ്പുറം, ഇടുക്കി ജില്ലകൾക്ക് പുറമെ ഓറഞ്ച് അലർട്ടുള്ള പത്തനംതിട്ടയിലും ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു. പത്തനംതിട്ടയിൽ സ്കൂളുകൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്. മലപ്പുറത്തും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്റർ അവധി ബാധകമാണ്. ജില്ലയിൽ നിന്ന് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ജില്ലയിൽ നിന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് പാലക്കാട് അവധി പ്രഖ്യാപിച്ചത്. എന്നാൽ നവോദയ സ്കൂളുകൾക്കും റെസിഡൻസ് സ്കൂളുകൾ, കോളേജുകൾ എന്നിവയ്ക്കും അവധി ബാധകമല്ല. ഇടുക്കി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, മദ്രസകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ നടക്കും. ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. ന്യൂനമർദ്ദങ്ങൾ ശക്തിപ്പെട്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി. തെക്കുകിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദവും ശക്തി കൂടിയ ന്യൂനമർദ്ദമായി തുടരുകയാണ്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കാണ്. ഈ മാസം 24 വരെയാണ് ഈ വിലക്ക് തുടരുക. എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് മഴ വ്യാപിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴ ലഭിക്കും. ഇടിയില്ലാത്ത സാധാരണ മഴയാണ് പ്രതീക്ഷിക്കേണ്ടത്. കർണാടകയിലും തമിഴ്നാട്ടിലും മഴ ശക്തമാണ്. ചിലയിടങ്ങളിൽ ചാറ്റൽ മഴ തുടർച്ചയായി നിൽക്കും. ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യും. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും തീരദേശ ആന്ധ്രാപ്രദേശിലും തെക്കൻ ഉൾനാടൻ കർണാടകയിലും മഴ ശക്തിപ്പെടും. തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലും ഇനി റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. നാളെ മുതൽ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ ശക്തി കുറഞ്ഞു തുടങ്ങും. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ചെന്നൈ ഉൾപ്പെടെ 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ, തിരുവള്ളൂർ, റാണിപ്പേട്ട്, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട്, തിരുവണ്ണാമല, വിഴുപ്പുറം എന്നീ ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയത്. പുതുച്ചേരി, കടലൂർ, വില്ലുപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ രാത്രിയിൽ തന്നെ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത്. വടക്കൻ തീരദേശ തമിഴ്നാട്ടിലാണ് മഴയുടെ തീവ്രത കൂടുവാൻ സാധ്യതയുള്ളത്. ചെന്നൈയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. 5 തെക്കൻ ജില്ലകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. മഴക്കെടുതി വിലയിരുത്തുവാനും സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുവാനുമായി ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗം ചേരും.
ഇതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ മഴക്കെടുതി ജില്ലയിൽ കനത്ത നാശം വിതച്ചിട്ടും യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് ഇഴയുകയാണ്. പൂർണ്ണമായും ഭാഗികമായും തകർന്ന വീടുകളുടെ എണ്ണം ജില്ലാ ഭരണകൂടം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടുള്ളത് വളരെ ചുരുങ്ങിയ എണ്ണം മാത്രമാണ്. എന്നാൽ യഥാർത്ഥ നഷ്ടം ഇതിലും വളരെ കൂടുതലാണെന്ന് ദുരിതബാധിതരും നാട്ടുകാരും പറയുന്നു. വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായ കൃഷിയുടെയും കൃഷിഭൂമിയുടെയും കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താത്തത് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ ചെയ്യാൻ കർഷകർക്ക് തടസ്സമാവുകയാണ്. കുമളി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നഷ്ടം നേരിട്ട വ്യാപാരികൾ ഇന്ന് ദേശീയപാത ഉപരോധിക്കും. ഭരണകൂടം കണ്ടതല്ല യാഥാർത്ഥ്യം. ജില്ലാ ഭരണകൂടം നടത്തിയ നഷ്ടക്കണക്കെടുപ്പ് ഇങ്ങനെയാണ്. ഇടുക്കി താലൂക്കിലെ വാത്തിക്കുടി വില്ലേജിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. പീരുമേട് താലൂക്കിൽ 2 വീട് ഭാഗികമായി തകർന്നു. ഉടുമ്പൻചോല താലൂക്കിൽ 2 വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. എന്നാൽ വെള്ളം കുത്തിയൊഴുകുകയും മണ്ണിടിഞ്ഞു വീണും താമസയോഗ്യമല്ലാത്ത വീടുകളുടെ എണ്ണം ഇതിന്റെ 10 ഇരട്ടിയോളം വരുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉടുമ്പൻചോല താലൂക്കിൽ മാത്രം ഇത്തരത്തിലുള്ളവ 200-ന് മുകളിൽ വരും എന്നാണ് അനൌദ്യോഗിക കണക്ക്. ഒലിച്ചുപോയത് ആയിരങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ മണ്ണിനും വെള്ളത്തിനുമൊപ്പം കുമളി പഞ്ചായത്തിലെ ഒട്ടേറെ കർഷകരുടെ സ്വപ്നങ്ങളാണ് തകർന്നടിഞ്ഞത്. വർഷങ്ങൾ വിയർപ്പൊഴുക്കി തങ്ങൾ വളർത്തിയെടുത്ത ഏലവും കുരുമുളകും ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചുപോയപ്പോൾ നിസ്സഹായരായി ചേർത്ത് നിർത്താൻ സർക്കാർ സംവിധാനങ്ങളോ ഉദ്യോഗസ്ഥരോ എത്താതിരുന്നത് ഇവരുടെ വേദന ഇരട്ടിപ്പിച്ചു. കുമളി പഞ്ചായത്തിലെ 10 മുറി മേഖലയിൽ ഒറ്റ രാത്രി 2 ഡസനിലധികം ഉരുൾപൊട്ടലുണ്ടായി. കനത്ത പേമാരിക്കൊപ്പം ഈ ഉരുൾപൊട്ടലുകളിൽ ഒലിച്ചുപോയ മലവെള്ളവും ചേർന്നപ്പോഴാണ് ശനിയാഴ്ച രാത്രി കുമളി പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിലായത്. കുമളി പഞ്ചായത്തിലെ 10 മുറി, ഒട്ടകത്തലമേട്, വെള്ളാരം കുന്ന് ഭാഗങ്ങളാണ് ശനിയാഴ്ച രാത്രി ഉരുൾപൊട്ടലുണ്ടായത്. 10 മുറി, ശാന്തിഗിരി, അട്ടപ്പള്ളം, 1-ാം മൈൽ, ചെളിമട, കുഴിക്കണ്ടം, വലിയകണ്ടം, പെരിയാർ കോളനി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എത്ര ഏക്കറിൽ കൃഷി നശിച്ചുവെന്ന് ഇനി വ്യക്തമായിട്ടില്ല. വിളവെടുപ്പിന് ഭാഗമായി 100 കണക്കിന് ഏലച്ചെടികളാണ് ഉരുൾ കൊണ്ടുപോയത്. തൂങ്ങാംപറമ്പിൽ റെജി, കൊല്ലപ്പറമ്പിൽ ഷിനോജ്, കാവിൻപുരയിടത്തിൽ ആന്റണി, ജോയി വരിക്കമാക്കൽ, ബേബിച്ചൻ കാഞ്ഞിരം, ജിൻസ് അറയ്ക്കപ്പറമ്പിൽ, കുമ്പളന്താനം തോമസ്, ജോയി മുട്ടത്തുകുന്നേൽ, കൊല്ലംപറമ്പിൽ മാത്തുക്കുട്ടി, മറ്റത്തിൽ ജോയി, വടക്കേപ്പറമ്പിൽ വിജയൻ, വടക്കേൽ ജെയിംസ് തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിൽ വലിയ തോതിലാണ് കൃഷിനാശം സംഭവിച്ചത്. പല സ്ഥലങ്ങളിലും കൃഷിവകുപ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചപ്പാത്ത്, സേനാപതി, രാജകുമാരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പന്നിയാർപുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഇല്ലിപ്പാലം ചപ്പാത്തിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറി. ഈ പാലം അപകടാവസ്ഥയിലായിട്ട് ഏറെ കാലമായെങ്കിലും പുതുക്കി പണിയാൻ നടപടിയില്ല. മഴക്കാലത്ത് പന്നിയാർപുഴയിലെ കുത്തൊഴുക്കിലെത്തുന്ന മരക്കഷ്ണങ്ങളും ചപ്പുചവറുകളും പാലത്തിന്റെ കാലുകളിൽ തട്ടി നിൽക്കുന്നതും പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമായി. 8.700 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുരിക്കുംതൊട്ടി ഉടുമ്പൻചേല റോഡിലാണ് 3 പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള ഇല്ലിപ്പാലം ചപ്പാത്ത് സ്ഥിതി ചെയ്യുന്നത്. പുതിയ പാലം നിർമ്മിക്കുന്നതിന് നേരത്തെ ബോൾ ഹോൾ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. മേഖലയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ പാലത്തിന് സമീപം താമസിക്കുന്നവർ ആശങ്കയോടെയാണ് കഴിയുന്നത്. മഴക്കാലത്തും ഈ പാലത്തിലൂടെ ഭാരവാഹനങ്ങളും സ്കൂൾ കോളേജ് വാഹനങ്ങളും കടന്നുപോകുന്നത് കൂടുതൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്.